ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുന്ന വ്ളോഗാണ്. വ്ളോഗ് എടുത്തിട്ട് കുറേ ദിവസമായി. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്ന്. ആരടാ അത്? ഓക്കെ, അപ്പം ഞാൻ പോയിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു. കുടിച്ചോ? വേണ്ട. ഓക്കെ, അപ്പം ഞാനും കുട്ടവും കൂടെയാണ് പോണത്. പോകുന്നത് ഗൈസ്. ഹായ്. ഹെൽമെറ്റ് ഒക്കെ തുടച്ച് വൃത്തിയാക്കുവാണ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങളടുത്ത്. എന്തെന്ന് ചോദിരേ? എനിക്ക് ഗൂഗിൾ മാപ്പും ഒക്കെ അറിഞ്ഞൂടാ, അതുകൊണ്ട് എന്നെ വഴക്കരുത്. നമ്മളെ സ്പ്ലെൻഡർ ഇവിടെ വച്ചിട്ട് നമ്മുടെ ഡോം എടുത്തിട്ട് പോവുകയാണ്. ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് വച്ചേക്കണത്. ഈ ഹെൽമെറ്റ് എൻ്റെ അടുത്ത് വയ്ക്കാൻ പറഞ്ഞ്. ഇതാണ് ഹെൽമെറ്റ് ആയതുകൊണ്ട് ഞാൻ ഇത് വെക്കത്തില്ല. ഇതാ ചേച്ചിൻ്റെ ഹെൽമെറ്റ്. ഇതാണ് കുത്ത് വയ്ക്കാൻ പോണത്. മഴ പെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് റെയിൻകോട്ട് ഇട്ടത്. അപ്പം മഴയില്ല, ഒന്നുമില്ല. കുറേ നാളായി നമ്മൾ ഡോം എടുത്തിട്ട്. അപ്പം നമ്മളെല്ലാം ഡോമിലാണ് പോണത്. എനിക്ക് ഭയങ്കര പേടിയാണ്. ഭയങ്കര സ്പീഡിലായിരിക്കും പോണത്. ഇതിൻ്റെ ഒരു ഇതങ്ങനെയായിരിക്കും. ഓക്കെ ഗൈസ്. എത്താറൊന്നും ആയിട്ടില്ല, നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി കുറേ ദൂരമുണ്ട്. വെഞ്ഞാറമൂടാണ് സ്ഥലം. നെയ്യാറ്റിൻകരയിൽ നിന്ന് വെഞ്ഞാറമൂട് വരെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇനി വേറെ എവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ സ്പീഡിൽ തന്നെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു അരമണിക്കൂറിനകത്ത് എത്തുമെന്നാണ് തോന്നുന്നത്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ എത്താറായിട്ടുണ്ട്. ഇനി ഒരു 16 മിനിറ്റ് കൂടെയാണ് കാണിക്കുന്നത്. നല്ല രസമുണ്ട് ഈ സ്ഥലം. കുറേ ചെടിയും കാടും എല്ലാം ഉണ്ട്. നാട്ടുപ്രദേശമാണെന്നാണ് തോന്നുന്നത്. കൊള്ളാം ഗായ്സ്, നല്ല രസം. ഗായ്സ്, അപ്പൊ നമ്മൾ എത്തിയിട്ടുണ്ട്. അരമണിക്കൂറായി ഇവിടെ തന്നെ കിടന്ന് കറങ്ങുവാണ്. ഈ സാധനം ഒട്ടും പണിയെടുക്കുന്നില്ല. ഹായ് പറയോ? ഹേയ്, ഹലോ. എന്താണ് ചേട്ടാ ഉണ്ടാക്കുന്നത്? ചിക്കൻ ഫ്രൈ, നെയ്ച്ചോറ്, പിന്നെ ചിക്കൻ കറി. ഇതെന്താണ് സംഭവം? ഫ്രൈനുള്ള അരപ്പ് നമ്മൾ പരട്ടി വെച്ചേക്കാം. ഓക്കെ. താങ്കൾ എന്താണ് ഇവിടെ ചെയ്തത്? പാട്ടിടുന്നു. പഴം നമ്മളിപ്പോ നെയ്ച്ചോറ് കൈമ റൈസാണ് ഉപയോഗിച്ചേക്കുന്നത്. ഓക്കെ. കൈമ റൈസിന് ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വേണം. ഓക്കെ. അതാണ് കണക്ക്. അപ്പൊ ഞാൻ 4 ഗ്ലാസ് എടുത്തു. 4 ഗ്ലാസ്സിന് ഞാൻ ഏകദേശം 8 ഗ്ലാസോളം ഒഴിച്ചു. കുതിർത്ത് വെക്കണമെന്നില്ല, വെക്കുന്നവർക്ക് 20 മിനിറ്റ് കുതിർത്ത് വെക്കാം. ഓക്കെ. പിങ്ക് സോൾട്ട് ആണ് ഇടണേ.
ഇനി എന്ത് ചെയ്യും? ഇനി നമ്മൾ അടച്ച് 20 മിനിറ്റില് കുക്കായി കിട്ടും. ഓക്കെ. ഇത് ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ കുറച്ച് ഉള്ളിയും ക്യാരറ്റും പിന്നെ കുറച്ച് ഹോൾ സ്പൈസസും ഇട്ട് നെയ്യിലും എണ്ണയിലും കൂടെ ഇങ്ങനെ വരട്ടും. എന്നിട്ട് അരിയും കൂടെ ചെറുതായിട്ട് വറുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് 20 മിനിറ്റ് വെച്ചാൽ മതി. റൈസ് സൂപ്പറായി കുക്ക് ചെയ്തിട്ട് അരിക്ക് ഒന്നും വേണ്ട, കറക്റ്റ് അളവിന് വേണം. ഓക്കെ. ഇതാണ് കറി. ചിക്കൻ കറി റെഡിയായി. ഇനി ഫ്രൈ ഉണ്ടാക്കണം. ഫ്രൈ കുറച്ചേരം കഴിഞ്ഞിട്ട് വെക്കാം. ഓക്കെ. ഓക്കെ. ഇവിടെ ഗാനമേളയാണ് നടക്കുന്നത്. ഓക്കെ ഗായ്സ്, നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. എന്റെ വീട്ടിൽ കുഴപ്പമില്ല, മമ്മി എന്നെ കൊല്ലും. Look like a wow. അച്ഛന് വേണ്ട. നീ കഴിച്ചില്ലല്ലേ? കൊള്ളാം കേട്ടാ. സെറ്റ് സാധനം. എങ്ങനെയുണ്ട് ചേട്ടാ? ചേട്ടൻ ഉണ്ടാക്കി ഫുഡ് എങ്ങനെയുണ്ട് കുട്ടാ? ഞാൻ ചിലപ്പോ ഉണ്ടായിക്കോട്ടെ, ബാക്കി എല്ലാവരും കൊള്ളാന്ന് പറയും, പക്ഷെ എനിക്ക് തൃപ്തിയാവില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. എടുത്തോ? നിങ്ങൾക്കാണത് ഞാൻ തന്നോട് ഞാൻ 16 പ്രാവശ്യം ചോറിട്ടെന്ന് ചോദിച്ചതല്ലേ? ചോറുന്നില്ലേ ഞാൻ പറഞ്ഞത്? അക്ഷരം മാറിയൊന്നുമില്ല. എനിക്ക് എപ്പോഴും ഇങ്ങനെ കുമ്പിടാൻ പറ്റില്ല. പഴയ ജിംനാസിയ താന്റെ പേഷ്യന്റ് എന്താ? പക്ഷേ ഫിലിപ്പീനോസിന്റെ കൂടെ വന്ന ശേഷം ഭക്ഷണം മാത്രമേ ഒരു പ്രശ്നം. ഓക്കെ, അപ്പൊ എന്റെ വ്ലോഗ് അവസാനിച്ചിരിക്കുവാണ്. ടാറ്റാ. എന്തൊരു സ്റ്റാച്ചു പറയടാ.